പാലക്കാട്ടെ കാരൾ സംഘത്തിനെതിരായ ആക്രമണത്തെ ന്യായീകരിച്ച് ബി.ജെ.പി. നേതാക്കൾ. കുട്ടികൾ കള്ളുകുടിച്ചാണ് കരോൾ നടത്തിയതെന്ന് ബി.ജെ.പി. നേതാവ് സി കൃഷ്ണകുമാർ. മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാൻ സിപിഐഎമ്മിന്റെ ക്രിമിനൽ സംഘം കാരളുമായി പോയതാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. സംഘത്തെ ആക്രമിച്ചതിന് അറസ്റ്റിലായ അശ്വിൻ രാജിന് ബി.ജെ.പിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അല്ല, അയാൾ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങളുടെ യാതൊരു വിധത്തിലുള്ള ഒരു ബൂത്തിൻ്റെ പോലും ചുമതല വഹിക്കുന്ന ആളല്ല. ഞങ്ങളുടെ ഒരു പരിവാർ പ്രസ്ഥാനത്തിൻ്റെ യാതൊരു വിധ ചുമതല വഹിക്കുന്ന ആളല്ല. ഇത് അവിടെ ബോധപൂർവം സംഘർഷമുണ്ടാക്കാനായിട്ട് CPM-ലെ ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചതാണ്. ഈ പോയ സംഘത്തിലെ ആളുകളും അതുപോലെ തന്നെ ഈ പ്രതിയും തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം ഉണ്ടായിരുന്നു. അല്ലാതെ സംഘടനാപരമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇത്തരം കാര്യങ്ങളിൽ ഒരു കാരണവശാലും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. പ്രതിക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അപ്പോൾ പ്രാദേശികമായിട്ട് ഏതെങ്കിലും ആളുകൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഘടിപ്പിച്ച് അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കണം. ഇത്തരത്തിൽ നേരത്തെ സംഘർഷം നടന്ന ഒരു പ്രദേശത്ത്, വ്യക്തികൾ തമ്മിൽ സംഘർഷം നടന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള സംഘങ്ങൾ പോയി പ്രശ്നങ്ങൾ മാന്യമല്ലാത്ത നിലയിൽ കാരൾ നടത്തിയാൽ അടി കിട്ടുമെന്നാണ് ഷോൺ ജോർജിന്റെ പ്രതികരണം. ഭാരതീയ ജനതാ പാർട്ടിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, തൊട്ട് അയല രാജ്യമായ ബംഗ്ലാദേശിൽ നടക്കുന്ന നരഹത്യയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാത്ത KC വേണുഗോപാലാണ് ഇത്തരത്തിലുള്ള പ്രചരണവുമായി നടക്കുന്നതെന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇവർക്ക് ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രം BJPക്ക് ക്രൈസ്തവ വിരുദ്ധരാക്കുന്ന ഈ നിലപാട് മാത്രമല്ല, ഇലക്ഷൻ എടുക്കുമ്പോൾ കേരളത്തിലുള്ള നേതാക്കന്മാർ വടക്കുനോക്കി യന്ത്രങ്ങളായി മാറുകയാണ്. അവിടെ CPM-ന്റെ നേതൃത്വത്തിൽ കോലം കെട്ടായിരുന്നു. കുറേ വീടുകളിൽ ചെന്നിട്ട് മാന്യമായ ഒരു കരോളായിരുന്നില്ല. അത് മാന്യമായ കരോളാണെങ്കിൽ പള്ളി അറിയണ്ടേ, അവിടെ രൂപത അറിയണ്ടേ? പള്ളി അറിഞ്ഞ് കരോൾ നടത്തണമെന്ന് നിർബന്ധമില്ല, പക്ഷേ നടത്തുന്ന കരോൾ മാന്യമായിരിക്കണം, അല്ല അടി. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, ഗുഡ് ഈവനിങ്. കരോൾ നടത്തിയത് മദ്യപിച്ചാണ് അല്ലെങ്കിൽ മാന്യമായിട്ടല്ല എന്നൊക്കെയുള്ള വിശദീകരണങ്ങളാണ് വരുന്നത്. ആ കരോളിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സുജയ, കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് പുതുശ്ശേരി സുരഭി നഗറിലേക്ക് ആ പ്രദേശവാസികളായിട്ടുള്ള ചില കുട്ടികൾ ചേർന്ന് ഒരു കരോൾ സംഘടിപ്പിക്കുന്നത്. എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന പോലെ ഒരു സൗഹൃദപരമായിട്ടുള്ള കരോളാണ് ഇത്തവണയും ആ കുട്ടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയത്. പുതുശ്ശേരി CPM ഏരിയ കമ്മിറ്റി എന്ന് എഴുതിയിട്ടുള്ള ബാൻഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കുട്ടികൾ ഈ സുരഭി നഗറിലേക്ക് എത്തിയ സമയത്തായിരുന്നു RSS പ്രവർത്തകനായിട്ടുള്ള അശ്വിൻ രാജ് കുട്ടികളുടെ അരികിലേക്ക് എത്തുകയും പിന്നീട് ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അശ്വിൻ രാജിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അശ്വിൻ രാജ് RSS-ഓ BJP-യോ അല്ല എന്നുള്ളതാണ് BJP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള സി കൃഷ്ണകുമാർ ഇന്ന് പാലക്കാട് വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ അതിനിടയിൽ ഈ കുട്ടികളെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രതികരണം കൂടി കൃഷ്ണകുമാറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. മദ്യപിച്ച് മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുക അല്ലെങ്കിൽ സംഘർഷമുണ്ടാക്കുക എന്ന് കരുതിയാണ് ഈ കരോൾ സംഘം ഈ പുതുശ്ശേരി മേഖലയിലേക്ക് എത്തിയത്. അതിന്റെ ഭാഗമായി കൊണ്ട് നടന്നിട്ടുള്ളതാണ് ഈ സംഘർഷവും ആക്രമണം എല്ലാം എന്നുള്ളതാണ് സി കൃഷ്ണകുമാർ ഇന്ന് നൽകിയത്. നേരത്തെ വന്ന രണ്ട് പ്രതികരണങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു.